പുഷ്പ ദ റൂൾ 2022 ഇറങ്ങിയിട്ടുള്ള പുഷ്പ ദ റൈസ് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ആക്ച്വലി പുഷ്പ ദ റൂൾ. റൈറ്റർ ഡയറക്ടർ സുകുമാർ, സ്റ്റാറിംഗ് അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, രാഷ്മിക, ജഗദീഷ്, സുനിൽ, റാവു രമേശ്, അനസൂയ, അങ്ങനെ നമുക്ക് പരിചയപ്പെടുത്താൻ ആവശ്യം ഇല്ലാത്ത കുറേ ആൾക്കാരുള്ള ഒരു സിനിമയാണ് ആക്ച്വലി പുഷ്പ ദ റൂൾ എന്ന് പറയുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഇനീഷ്യലി ഒരു നനഞ്ഞ പ്രതികരണമാണെങ്കിലും പിന്നെ അത് ഇവഞ്ച്വലി ഭയങ്കര വലിയൊരു പാൻ ഇന്ത്യൻ ലെവൽ ഹിറ്റിലേക്ക് പോയിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി പുഷ്പ എന്ന് പറയുന്നത്. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് ഔട്ട് ഓഫ് ഓൾ ദ സെക്കൻഡ് പാർട്ട്, എല്ലാ സിനിമകൾക്കും ഇപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിച്ചിരുന്ന വൺ ഓഫ് ദ സിനിമയാണ് ആക്ച്വലി പുഷ്പ എന്ന് പറയുന്നത്. വലിയ തരത്തിലുള്ള റിലീസ്, ഭയങ്കരമായിട്ടുള്ള ഒരു റിലീസും കാര്യങ്ങളൊക്കെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി പുഷ്പ എന്ന് പറയുന്നത്. പുഷ്പ 1 ബാക്കി വെച്ചതിൻ്റെ മെയിൻ കാരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ആക്ച്വലി പുഷ്പ 2 വന്നിട്ടുള്ളത്. ഇതിനകത്ത് എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ചിട്ടുള്ള ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ, പുഷ്പ 1 ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ എങ്ങനെ ഇവോൾവ് ആവുന്നു എന്ന് നമ്മളൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരിക്കും അല്ലു അർജുൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള ആ ഒരു ഇത് കോൺഫ്ലിക്റ്റ് കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇത് ഈ പടത്തിന് വേണ്ടി പ്രതീക്ഷിക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പടം അത്രയും ഹൈപ്പ് ചെയ്യാനും കാരണം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ വന്നിട്ട് അല്ലു അർജുൻ്റെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ച് വേറൊരു ടൈപ്പ് ഓഫ് അല്ലു അർജുൻ ആക്ച്വലി നമ്മൾ പുഷ്പയിലാണ് കണ്ടത്. സോ അത് അല്ലു അർജുൻ്റെ കരിയറിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പുഷ്പ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി പുഷ്പ 2 വരുന്ന സമയത്ത് വെച്ചാൽ തുടക്കം ഒരു ഫൈറ്റ് സീക്വൻസ് കൂടി കാണിക്കുന്ന സമയത്ത് തുടക്കത്തിലെ ആ സീന് തന്നെ പറയാം. തുടക്കത്തിലെ ആ സീന് എന്ത് റെലവൻസ് ആണ് ആ സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സത്യവസന്ധമായിട്ട് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നിങ്ങൾ പലർക്കും പടം കണ്ട പലർക്കും അത് അറിയില്ലായിരിക്കും എന്നതുകൊണ്ട് എനിക്കും അതറിയില്ല. അത് സുകുമാർ തന്നെ പറയണം എന്താണ് ആ സിനിമയുടെ ഫസ്റ്റ് എന്നുള്ളത്. മേ ബി അത് എല്ലാവരും പറഞ്ഞ പോലെ അടുത്ത പാർട്ടിലേക്ക് വെച്ചിരിക്കുന്നതായിരിക്കും. പല സ്ഥലത്തും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സുകുമാറിനെ വന്നിട്ട് കാണാൻ വേണ്ടി പറ്റി. എന്നാൽ ആക്ഷൻ സെറ്റ് പീസ് അതുപോലെ തന്നെ ബിൽഡപ്പ് സീക്വൻസിലൊക്കെ വന്നിട്ട് സുകുമാറിൻ്റെ റൈറ്റിംഗ് പീക്കിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് പുഷ്പയിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് സ്റ്റണ്ട് സീക്വൻസുകളാണ്. ഒരുപാട് പേര് സ്റ്റണ്ടിൽ ചെയ്തിട്ടുണ്ട്. പീറ്റർ ഹെയ്ൻ, ഡ്രാഗൻ പ്രകാശ്, അങ്ങനെ പല 6 സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റണ്ടുകൾ, ഓരോ സിഗ്നേച്ചർ സ്റ്റണ്ടുകളും വെറൈറ്റി ആയിട്ട്, അതായത് പുതുമയുള്ള സ്റ്റണ്ട് ചെയ്യാനും ആക്ഷൻ സീക്വൻസ് ചെയ്യാനും വേണ്ടിയിട്ടും പുഷ്പയിൽ ആ റൈറ്റിംഗ് ആക്ച്വലി ഈ ഡയറക്ടേഴ്സിനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൻ്റെ അകത്ത് വന്നിട്ട് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉള്ള സിനിമയായിട്ട് പുഷ്പ തോന്നിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സുകുമാറിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അല്ലു അർജുൻ ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടി ഒരു ഓവറാണ് ഈ പുഷ്പ 2 വരുന്ന സമയത്ത്. ഇപ്പോൾ KGF 1 KGF 2 അങ്ങനെയാണ്. KGF 2 കുറച്ചും കൂടി ഓവറായിരുന്നു. പക്ഷേ ഇതിനകത്ത് വന്നിട്ട് ഇന്റൻഷ്യലി കുറച്ചുകൂടി ഓവറായ പോലെ തോന്നി. ഈവൻ ആ ഷോൾഡറിൻ്റെ ചെരിവടക്കം കുറച്ചും കൂടി ഓവറായിട്ട് അല്ലു അർജുന് വയ്യേ എന്നുള്ളൊരു ഫീൽ വന്നിട്ട് നമുക്ക് തരുന്നുണ്ട് ആക്ച്വലി സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ പറഞ്ഞില്ല, അതൊരു കൺഫ്യൂസ്ഡ് മെൻറ്റാലിറ്റിയാണ് ഒരു ഡയറക്ടർ. കാരണം മേ ബി വന്നിട്ട് ഈ സിനിമ ഭയങ്കര ഹിറ്റായി നമ്മൾ വേറെ രീതിയിലേക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് മാറിയപ്പോൾ സംഭവിച്ചതാവാം. രാഷ്മിക കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് പാർട്ടിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റി. കാരണം ഞാൻ ഈ സിനിമയുടെ തെലുഗുവാണ് കണ്ടത്. സോ മലയാളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ പല ഡബ്ബിങ്ങും ഭയങ്കര ശോകമായിട്ടുണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കില്ല. അതുകൊണ്ടായിരിക്കും നമുക്ക് അത്രയും ക്രിഞ്ച് അടിക്കാനുള്ള കാരണം. പക്ഷേ തെലുങ്കിൽ ഫാർ ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡബ്ബിങ്ങിൻ്റെ കേസിലായാലും ശരി, ഇമോഷൻസിൻ്റെ ബേസിലായാലും നമുക്ക് കുറച്ചും കൂടി വന്നിട്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം ഫസ്റ്റ് പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ രാഷ്മികയുടെ ക്യാരക്ടർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പുഷ്പ 2. നേരെ മറിച്ച് അല്ലു അർജുൻ്റെ ക്യാരക്ടർ ഭയങ്കര പവർഫുൾ ആണ്, സുപ്രീം പവറാണ്. ആരും അല്ലു അർജുൻ എഗെയിൻസ്റ്റ് ആയിട്ടില്ല എന്ന രീതിയിലാണ് ആക്ച്വലി ഈ സിനിമ പോകുന്നത്. അവിടെയാണ് ഈ സിനിമയുടെ മേജർ ആയിട്ടുള്ള വേറൊരു ഡ്രോബാക്ക് കാണുന്നത്. ഫഹദിൻ്റെ ക്യാരക്ടർ ഭയങ്കര ലൂസ്ലി റിട്ടേൺ ആയി മാറി എന്നുള്ളതാണ്. അത് എന്താ പറയുക, അതായത് സെക്കൻഡ് പാർട്ടിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഫഹദിനെ കാണുമ്പോൾ നമ്മൾ വൻ പ്രതീക്ഷകളിലേക്ക് വരുന്ന സമയത്ത് ആ പ്രതീക്ഷകൾക്കൊത്ത് ആ ക്യാരക്ടർ ഉയർന്നില്ല എന്നുള്ളതാണ് പുഷ്പയുടെ ഏറ്റവും വലിയ ലെറ്റ് ഡൗൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊന്നും ഒരു എൻ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവിലേക്ക് പോകുന്ന ഒരു സിനിമയെ ബാധിക്കുന്നില്ല എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദേവിശ്രീ പ്രസാദാണ്. അഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സാം CS ചെയ്തിട്ടുണ്ട്. പുഷ്പ 1 അപേക്ഷിച്ച് പുഷ്പ 2 വരുമ്പോൾ മ്യൂസിക് കുറച്ചും കൂടി ക്ലാസ് ആയ പോലെ ഉണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് മ്യൂസിക്കുകൾ വന്നിട്ട് സാം CS പരീക്ഷിച്ചതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പലതും വന്നിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നാലും ചില സ്ഥലങ്ങളിൽ സിഗ്നേച്ചർ
പുഷ്പ തീം വരണം. ഫോർ എക്സാമ്പിൾ വന്നിട്ട് ആ സാരി ചുറ്റിയിട്ടുള്ള ആ ഫൈറ്റിലൊക്കെ വന്നിട്ട് കുറച്ചും കൂടി പുഷ്പ സിഗ്നേച്ചർ മ്യൂസിക് വരണം എന്നുള്ള സമയത്ത് ആ മ്യൂസിക് ഇല്ലാത്ത എനിക്ക് പേഴ്സണലി വന്നിട്ട് വർക്ക് ആവാത്ത പോലെ. എന്നാൽ പല സ്ഥലങ്ങളിലും വന്നിട്ട് DSPനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കൊണ്ടുവരാൻ ആക്ച്വലി സാം ചേസിന് പറ്റുന്നു. ഓവറോൾ അതൊരു പുതുമ ഫിലിമിന് തരുന്നുണ്ടെങ്കിൽ കൂടി ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ നമ്മളൊരു OG മ്യൂസിക് നമ്മളത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവല്ലോ പല സന്ദർഭങ്ങളും. അത് വന്നിട്ട് ചില സമയത്ത് മിസ്സാവുന്നെന്ന് തോന്നി. അല്ലു അർജുൻ, രാഷ്മിക, ഫഹദ് ഫാസിലിന് അല്ലാതെ വന്നിട്ട് ജഗദീഷും സുനിലും അതുപോലെ തന്നെ റാവു രമേശൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഈ സിനിമയിനകത്തും ചെയ്യുന്നു. ജഗദീഷ് ഇൻഫാക്ട് പുതിയ വന്നിട്ടുള്ള വില്ലനാണ്. പക്ഷേ മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് അഗൈൻ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഫഹദിന്റെ ക്യാരക്ടർ ഭയങ്കര ലൂസൺ ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം സ്ക്രീൻ പ്ലേ റീറൈറ്റ് ചെയ്ത സമയത്ത് വെച്ചാൽ ഫഹദിന്റെ ഡേറ്റ് ക്ലാഷോ സംതിങ് ആയിരിക്കണം. അല്ലാതെ വന്നിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ അത്രയും ഹൈപ്പ് കൊണ്ടുവന്ന് പീക്കിൽ നിർത്തിയ ഒരു ക്യാരക്ടറിനെ ഇത്രയും ലൂസ്ലി എഴുതാൻ വേണ്ടിയിട്ട് സുകുമാറിന് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. മേ ബി ഫഹദിന്റെ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ട് വേഗം ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത് അങ്ങനെ. സെക്കൻഡ് ഹാഫിലാണ് ആക്ച്വലി പുഷ്പയുടെ വലിയ പ്രശ്നങ്ങൾ, പിന്നെയുള്ള പ്രശ്നങ്ങൾ. ഫസ്റ്റ് ഹാഫ് ഒരുവിധം നമ്മൾ പറഞ്ഞില്ല, വേറെ ഈ ഫഹദുമുള്ള അതുപോലെ തന്നെ വന്നിട്ട് നല്ല ഹൈ മൊമെന്റ്സുകളൊക്കെ തിയേറ്ററിൽ നമുക്ക് പുഷ്പ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ഈ ഹൈ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുള്ള സ്ക്രീൻ പ്ലേ, ആക്ഷൻ സെറ്റ് പീസസ് ഉണ്ടാവുക എന്നുള്ളതല്ലാതെ കഥ ഒരു സ്ഥലത്ത് നിന്ന് മുമ്പോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു സ്ഥലത്ത് തന്നെ കഥ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തിരിയുന്നത്. നമ്മൾ ഈ കഥയുടെ ചെറിയ ചെറിയ കാര്യങ്ങളും നുവാൻസസും നമ്മൾ പരിശോധിക്കുന്നില്ല. കഥ എന്തായാലും ചെറിയതായാലും വലുതായാലും കഥ തന്നെയാണ്. പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് ഈ കഥ മുമ്പോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തുള്ള പ്രശ്നം. പിന്നെ ആവശ്യമില്ലാത്ത ഫാമിലി എലമെന്റ്സ് കുത്തിക്കയറ്റുക ലാസ്റ്റ് ഹോൾഡ് വരുന്ന സമയത്തേക്ക്. ഇതൊക്കെ വന്നിട്ടെന്ന് വെച്ചാൽ പുഷ്പ ഇങ്ങനെയല്ല. KGF വന്നിട്ട് KGF 2 KGFനെക്കാട്ടും ഹിറ്റ് ആയതിൻ്റെ റീസൺ വെച്ചാൽ ആ തീമിനെ അങ്ങനെ ബേസ് ചെയ്ത് എഴുതിയുണ്ടാകും. ഇതിപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം പുഷ്പ 3 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് മനഃപൂർവ്വം ഫാമിലി റൊമാൻസും കാര്യങ്ങളൊക്കെ കുട്ടിക്കയറ്റി ആൾക്കാർക്ക് ഇതിനൊരു എൻഡ് കാണണം. എൻഡായിരുന്നു ആൾക്കാർ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ റാംപേജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം ഇറക്കി, അത് പ്രശ്നം. പക്ഷേ എൻഡായിരുന്നു ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് ഇതിൻ്റെ അകത്ത് വന്നില്ല എന്ന് തന്നെയാണ് പല ആൾക്കാർക്കും ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലു അർജുൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും ഒരു മാഡ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ എന്ന് വേണമെങ്കിൽ പുഷ്പനെ പറയാം. അത്രയും മാഡ്നസ് ഈ സിനിമേൻ്റെ അകത്തുണ്ട്. അല്ലു അർജുൻ അത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സുകുമാർ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലു അർജുന് 3 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെയല്ല എന്നുള്ളതാണ് ആക്ച്വലി സുകുമാർ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. സോ ആവശ്യമില്ലാത്തൊരു വലിച്ചു നീട്ടലായിപ്പോയി പുഷ്പ 2 പുഷ്പ 3 ഒരു പേഴ്സണലി ഒപ്പീനിയൻ ഉണ്ട്. ഓൺ ദ ഹോൾ പുഷ്പ എന്ന് പറയുന്ന സിനിമ ആസ് എൻ എന്റർടൈനർ ആയിട്ട് നമ്മൾ കാണുവാണെങ്കിൽ ഒരുവിധം നമുക്ക് കണ്ടിറങ്ങി മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് വരുന്ന സിനിമയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അൺനെസസറി ആയിട്ടുള്ള ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻസും ഫഹദിനെ പോലത്തെ ഐക്കോണിക്, അതായത് ബൻവർ സിംഗ് ഷിക്കാവത്ത് എന്ന് പറയുന്ന ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടറിന്റെ ലൂസൺ ആയിട്ടുള്ള റൈറ്റിങ്ങും പുഷ്പേനെ വന്നിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. എല്ലാത്ത പക്ഷം നോക്കുമ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ട് കണ്ട് മറന്നു കളയാനുള്ള ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി പുഷ്പ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊള്ളാം, പക്ഷേ അവിടെ ഇവിടെയും വരുന്ന ഗ്രാഫിക്സ് ഭയങ്കര ശോകമായിട്ട് ഫീൽ ചെയ്തു. ഹെലികോപ്റ്റർ ഗ്രാഫിക്സ് ആയാലും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പല ഗ്രാഫിക്സ്, ഫോർ എക്സാമ്പിൾ ട്രെയിനിന്റെ പുക, ഇതൊക്കെ വന്നിട്ട് ഗ്രാഫിക്സ് ആയി കൊണ്ടുവരേണ്ട ഒരു കാര്യത്തിൽ ഇത്രയും ബഡ്ജറ്റുള്ള ഒരു സിനിമേൻ്റെ അകത്ത്. സോ ആകെ മൊത്തത്തിൽ പുഷ്പ ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് പുഷ്പ ഇൻ യുവർ തിയേറ്റേഴ്സ്.